ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഒരുങ്ങി കെട്ടും പാണ്ടൊക്കെ എടുത്ത് കൊണ്ട് പോകുന്നത് അമ്മ വീട്ടിലോട്ടാണ് കേട്ടോ. അതായത് എൻ്റെ അമ്മയുടെ വീട്ടിലോട്ടാണ് പോണത്. ഞാനും ബബിക്കുട്ടനും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്ന് ഞങ്ങളുടെ കൂടെ പപ്പയില്ല. സോ ഞാനും ബബിക്കുട്ടനും കൂടി അരൂർ വീട്ടിൽ പോയിട്ട് വരാം. അരൂരാണ് കേട്ടോ അമ്മയുടെ വീട്. അമ്മയുടെ ഒറിജിനൽ വീടല്ല, അമ്മ റെൻറ്റിന് താമസിക്കുന്ന അവിടെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വരാം. അവിടെ മാമനൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അങ്ങനെ ഞാനും ബബിയും കൂടി ഇറങ്ങിയിട്ടാ വീട്ടിൽ നിന്ന്. കുറച്ച് നടക്കണം, എന്നിട്ടാണ് റോഡ്. നമുക്ക് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചൊക്കെ പോകാമെന്ന് പ്ലാൻ ചെയ്താണ് ഞങ്ങൾ പോണത്. ഓട്ടോ എന്ന് കേട്ട് കഴിഞ്ഞാൽ ബബിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഓട്ടോയിൽ കയറി പോകണേന്ന് പറഞ്ഞാൽ ബബി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കണേ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഓട്ടോയൊക്കെ കിട്ടി. ബബിക്ക് ഇഷ്ടമാണ് ഓട്ടോ, അവന് ഭയങ്കര ഇഷ്ടമാണ് ഓട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലൊക്കെ കയറി. നമുക്കിനി കെൽട്രോണിൻ്റെ കടവത്ത് ചെന്നിട്ട് അവിടെ നിന്ന് ബോട്ടിൽ കയറി അപ്പുറത്ത് ഇറങ്ങി വീണ്ടും അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം കടവിൻ്റെ അങ്ങോട്ടേക്ക് എത്തിയിട്ടാ. അപ്പോൾ കറക്റ്റായിട്ട് ബോട്ടുണ്ടായേ. അപ്പോൾ നമുക്ക് അധികം സമയമൊന്നും പോയില്ല. കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ബോട്ടിലൊക്കെ കയറി ഇരുന്ന് അപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് വീണ്ടും ഒരു ഓട്ടോറിക്ഷ പിടിച്ചു. നമ്മളങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. കുറച്ച് പോയാൽ മതി കേട്ടോ, അധികമില്ല. മെയിൻ റോഡിൻ്റെ അപ്പുറത്താണ് അമ്മയുടെയൊക്കെ വീട്, അടുത്ത് തന്നെയാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ബബിക്ക് പിന്നെയും ഓട്ടോയിൽ കയറിയ സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കണേ. അപ്പം അങ്ങനെ ഭയങ്കര ചൂട്. ഈ അടുത്ത കാലത്തൊന്നും എടുത്ത വീഡിയോ അല്ല കേട്ടോ ഇത്, ശരിക്കും പറഞ്ഞാൽ. അതാണ് ഞാൻ ചൂടെന്ന് പറഞ്ഞത്. അവിടെ ചെന്നപ്പോൾ തന്നെ ഇതേ അമ്മ വന്നിട്ടുണ്ടായിരുന്നു, ഓട്ടോ കാശ് കൊടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായി. അങ്ങനെ അമ്മക്ക് പിന്നെ നമ്മളെയൊന്നും വേണ്ടല്ലോ, കുഞ്ഞിനെ മതിയല്ലോ. ഇയാളാണല്ലോ മെയിൻ, ബബിക്കുട്ടൻ. അപ്പോൾ അത് പറഞ്ഞാൽ കൊച്ചിനെ എടുത്തിട്ട് അമ്മ പോയി. ഇതിലേക്കൂടി നടന്ന് നേരെ ചെല്ലുമ്പോഴത്തേക്കും ആണ് ആ വീട് കേട്ടോ. നല്ല രസമാണ് അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അമ്മ അവനെ കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പുറകെ അങ്ങനെ ചെന്നു. ഇതാണ് കേട്ടോ വീട്. റെൻറ്റിനാണ് കേട്ടോ താമസിക്കണത്. ഈ വീട് നമ്മുടെയൊന്നും അല്ല. ആൻഡ് ബബിക്ക് ഇവിടെ വരുന്നത് ഭയങ്കര കാര്യമുണ്ട്, കാരണം ഇവിടെയൊക്കെ ഓട്ട് നടക്കാമല്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും എന്തേ അവിടെ CID മൂസ സൂര്യ TV എന്താ അല്ലേ, നൊസ്റ്റ് ഫിലിം. എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ സിനിമ. എല്ലാവർക്കും ഇഷ്ടമല്ലാത്തതല്ലേ. അപ്പോൾ അങ്ങനെ അമ്മായി ഇരുന്ന് സിനിമ കാണുന്നുണ്ടായിരുന്നു. മാമനൊക്കെ ഒരു ഹായ് തന്നിട്ടുണ്ട്. ഇത് എൻ്റെ അമ്മയുടെ കസിൻ ബ്രദറും ഭാര്യയുമാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആങ്ങളാണത്. അങ്ങനെ അങ്കിളൊക്കെ ടാറ്റയൊക്കെ തന്നിട്ടുണ്ട്. ടാറ്റയല്ല, സോറി, ഹായ് ഒക്കെ തന്നിട്ടുണ്ട്. പിന്നെ അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. മാമൻ്റെ അടുത്തൊക്കെ പോയി ഇരിക്കുന്നുണ്ട് ബബി. പിന്നെ എല്ലാവരുടെയും പെട്ടെന്ന് അറ്റാച്ച്ഡ് ആകും. എല്ലാവർക്കും ഇഷ്ടപ്പെടും പുള്ളിക്കും. അങ്ങനെ അവിടെയൊക്കെ പോയി ഇരിക്കുന്നുണ്ട്, മാമൻ്റെ മടിയിലൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരു ഹായ് കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ അവനൊന്നും അനങ്ങണമൊന്നുമില്ല. അങ്ങനെ ഞാൻ പോയി നോക്കുമ്പോഴത്തേക്കും ഈ മാമനൊക്കെ വന്നിക്കണത് പ്രമാണിച്ച് ചിക്കൻ കറി, പിന്നെ എന്താണ് മോര് ചാറ്, അങ്ങനത്തെ കുറച്ച് കോവയ്ക്ക മെഴുക്കുരട്ടി, അങ്ങനത്തെ പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതെല്ലാം സെറ്റായി. നമുക്കിനി ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിക്കണം ഒരുമിച്ചിരുന്നിട്ട്. പിന്നെ ബബി പിന്നെ അവിടെ ഓടിക്കളിച്ച് നടന്നോളും. ഇതൊന്നും നോക്കാൻ വേണ്ടിയൊന്നും അവൻ വരത്തൊന്നുമില്ല. അങ്ങനെ മോര് ചാറ്, മറ്റേ എന്നതാണ് മുരിങ്ങക്കോലിട്ട ചാറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുരിങ്ങക്കോലിട്ട ചാറ്. പിന്നെ എന്താ അത് ഇന്നലത്തെ എന്തോ കറിയാണെന്ന് തോന്നുന്നത്. ഇത് മീൻ കറി, നല്ല കേരമീൻ മുളകിട്ട കറി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കറിയൊക്കെ എല്ലാം സെറ്റ്. പിന്നെ എല്ലാവരും കൂടി കഴിച്ചാൽ മാത്രം മതി. അങ്ങനെ ബബിക്കാണെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഊരി മാറ്റി പിന്നെ അവിടെയൊക്കെ ഓടി നടന്ന് ഇതുണ്ട്. പാവയ്ക്ക പടർത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ. കുഞ്ഞു കുഞ്ഞു പാവയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താ ഞാൻ പറയണം. അങ്ങനെ ഇതേ കണ്ട കുഞ്ഞു പാവക്ക. ബബി കുറച്ചൊക്കെ പറിച്ചൊക്കെ എടുത്ത് അവിടെ എത്തി. ഇതൊക്കെ ഇവർ താമസിക്കാൻ ചെന്നതിന് ശേഷം പിടിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കണ്ട കുഞ്ഞു പാവൊക്കെ ഉണ്ടായി കിടക്കണണ്ട, നല്ല രസമുണ്ടല്ലേ. പിന്നെ അതുപോലെ തന്നെ അവിടെ കുറേ കാന്താരിയുടെ തൈ, പച്ചമുളകിൻ്റെ തൈയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടേ. ബബിയാണെങ്കിൽ അവിടെയൊക്കെ ഓടി നടന്നോളും. അവന് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകണം. അവിടെ ആണെങ്കിൽ കുറേ സ്പേസ് ഉണ്ട് ഓടാനും ചാടാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് അവൻ അവിടെയൊക്കെ നടന്നോളും. പിന്നെ തീത്ത് കണ്ടില്ലേ, ചെമ്മിപ്പുളി അധികം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എടുത്തുകൊണ്ട് വന്നേനെ. പക്ഷെ അവിടെ കുറച്ചേ ഉണ്ടായുള്ളേ. അപ്പോൾ നമ്മൾ അതെടുക്കാൻ നിന്നില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അകത്തേക്ക് വന്നിട്ട് പിന്നെ കുറച്ചിരുന്ന് സിനിമ കാണാൻ വേണ്ടി തുടങ്ങി. സിനിമ കണ്ടുകൊണ്ട് ചോറ് കഴിക്കാമല്ലോ. അങ്ങനെ
ഈ സിനിമയ്ക്ക് എന്തൊരു പ്രത്യേകതയാണല്ലേ. എല്ലാവരുടെയും ഫേവറേറ്റ് ലിസ്റ്റിൽ ഫസ്റ്റ് ഉണ്ടാവും സി ഡി മൂസ. ഞാൻ പിന്നെ ചെന്ന് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കുറച്ചൊന്ന് പ്രഹസനമൊക്കെ കാണിച്ചു. കാരണം ഈ ഒരു ടോപ്പ് എനിക്ക് ബ്രോഡ്വേന്ന് 200 രൂപയ്ക്ക് കിട്ടിയിട്ടുള്ള ടോപ്പാണ് ഗൈസ്. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് നേരം നിന്ന് ക്യാമറയൊക്കെ വെച്ച് എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, നല്ല കംഫർട്ടബിളാണ്. കഴുത്ത് കുറച്ച് കെയർ ചെയ്താണെന്നേ ഉള്ളൂ. പക്ഷേ കുഴപ്പമൊന്നുമില്ല. നല്ല കോട്ടൺ, നല്ല ഒരു ചുങ്കിടി ടൈപ്പ് തുണിയല്ലേ, നല്ല കംഫർട്ടബിളായിരുന്നു. ഞാൻ ഭംഗിയെക്കാട്ടും കൂടുതൽ കംഫർട്ടബിളാണെന്ന് നോക്കുള്ളൂ കേട്ടോ. കാരണം കുറച്ച് ചബ്ബിയായിട്ടിരിക്കണോണ്ടിട്ട് എനിക്ക് എല്ലാ ഡ്രസ്സും ഒന്നും ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കംഫർട്ടാണെങ്കിൽ അത് എനിക്ക് ഓക്കെയാണ്. അങ്ങനെ ഉച്ചയായപ്പോഴേക്കും എല്ലാവരും കൂടിയിരുന്ന് ചിക്കൻ കറിയും മീൻ കറിയും മോര് ചാറൊക്കെ കൂട്ടി നല്ല ഹാപ്പി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ബാബിക്ക് അപ്പോൾ അവിടെ അമ്മച്ചിയമ്മയ്ക്ക് ഇരുന്ന് വാരി കൊടുക്കണുണ്ടേ. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അമ്മച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ എപ്പോഴും ഇങ്ങനെ കേട്ടോ, എല്ലാവരും ഉണ്ടാവും, ഒരുമിച്ചിരുന്നായിരിക്കും ഫുഡൊക്കെ അടിക്കണത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോണത്. ആർക്കും അമ്മയെടുത്ത് പോകണത് ഇഷ്ടമല്ലാത്തതല്ലേ. പിന്നെ പതിവ് പോലെ തന്നെ ഞാൻ എപ്പോൾ ചെന്നാലും ഒരു സഞ്ചി ഉണ്ടാവും എൻ്റെ കയ്യിൽ തിരിച്ച് പോരുമ്പോഴത്തേക്കും. അങ്ങോട്ട് പോകുമ്പോൾ ഒരു ബാഗാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ 2 എണ്ണം ആയിരിക്കും. എന്തെങ്കിലുമൊക്കെ കെട്ടിപ്പോന്ന് ചെന്നില്ലെങ്കിൽ എല്ലാ അമ്മമാരെ പോലെയും എൻ്റെ അമ്മച്ചിക്കും ഒരു സമാധാനം ഉണ്ടായില്ല. അങ്ങനെ അമ്മ എന്തൊക്കെയൊക്കെയോ സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അത് എന്തൊക്കെയും ഞാൻ ഓർക്കണ പോലും ഇല്ല. അതുമായിട്ട് ഞങ്ങൾ മീൻതട്ടിൻ്റെ അവിടെ വന്നപ്പോഴേക്കും ഒറ്റ ഓട്ടോറിക്ഷ പോലും ഇല്ല നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. കാരണം മെയിൻ റോഡായതുകൊണ്ട് ഓട്ടോകൾ പോകുന്നുണ്ട്, പക്ഷെ നിർത്തണില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ അവർ യൂ ടേൺ എടുത്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടി വരുമായിരിക്കും. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം കുറേ നേരം അവിടെ ഓട്ടോയിൽ നോക്കി നിന്ന്. ഞാൻ ബബീനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അമ്മ ഓട്ടോ നോക്കും, അമ്മ ഓട്ടോ നോക്കുമ്പോഴത്തേക്കും ഞാൻ ബബീനെ പിടിച്ചുകൊണ്ട് നിൽക്കും. അത് തന്നെയല്ലേ ഞാനിപ്പോൾ പറഞ്ഞത്, തിരിച്ചാണ്ടോ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒരു കണക്കിന് ഞങ്ങൾക്ക് ഓട്ടോറിക്ഷ കിട്ടി. അങ്ങനെ ഞങ്ങൾ കടവിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കണേ കേട്ടോ. ബബിക്ക് ഓട്ടോയിൽ തന്നെ നിന്നത് കാരണം ബബിക്ക് ഭയങ്കര കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ ചെന്നപ്പോഴാണ് കടവിൻ്റെ അവിടെ ചെന്നപ്പോൾ ഇല്ലേ, ബോട്ട് മാത്രമേ ഉള്ളൂ. ബോട്ടിൻ്റെ കൂടെ മറ്റേ ചങ്ങാടം കെട്ടി വെച്ചിട്ടുണ്ടാവുമല്ലോ, വണ്ടിയൊക്കെ കയറ്റണം, ചങ്ങാടം ഇല്ല, ബോട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് എന്തോ കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി. അപ്പം ഇച്ചാൻ ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കണമായിരുന്നു. പിന്നെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞില്ല, ചങ്ങാടം ഇല്ല, അവിടെ തന്നെ നിന്നു പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഞാനും ബബിയും കൂടി ബോട്ട് കയറി അപ്പുറത്ത് നിന്ന് അപ്പോൾ ഇച്ചാനോടോ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ, എന്തോ കംപ്ലൈൻ്റൊക്കെ ഉണ്ടായതുകൊണ്ടിട്ടാണ് ചങ്ങാടം ഇല്ലാണ്ടിരുന്നത്. അങ്ങനെ വീട്ടിലെത്തിയിട്ട് എന്താ പറയുക, വീട്ടിലെത്തി നമ്മുടെ റൂമിലോട്ട് കയറുമ്പോഴുള്ള ഒരു സുഖം, അതൊരു വേറൊരു ഫീലാണല്ലേ. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.